ഹലോ അസ്സലാമു അലൈക്കും. ഇവിടെ ഇപ്പോൾ റെസിപ്പിയെല്ലാം ഷൂട്ട് ചെയ്യൽ ഭയങ്കര മടിയായിട്ടിരിക്കുന്ന ഒരു സമയമാണ്. കാരണം അമ്മാതിരി ചൂടാണ് ഇവിടെ. ചൂടുകൊണ്ട് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ. അതുകൊണ്ട് എന്താ പറയുക, കുറേ റെസിപ്പി ഉണ്ടാക്കലും അതെല്ലാം ഇപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ കുറച്ച് പാനിപൂരി ഉണ്ടാക്കിയിട്ടുണ്ടായിന്. പാനിപൂരി ഉണ്ടാക്കിയല്ല, ഇതിൻ്റെ ഈ മസാല ഉണ്ടല്ലോ, ഈ ഫില്ലിങ് പൊട്ടാറ്റോ അത് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം ഇങ്ങനെ പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും. അതിൻ്റെ സോസും കാര്യങ്ങളും എല്ലാം അതിൽ തന്നെ ഉണ്ടാവും. ഞാൻ കുറച്ച് പൊട്ടാറ്റോ മാത്രം വേവിച്ച് അതിൽ ഒരു ഹാഫ് ഉള്ളിയും മല്ലിയിലയും പിന്നെ ചാട്ട് മസാല, പെപ്പർ പൗഡർ, ചില്ലി പൗഡറും ഇട്ടിട്ടൊന്ന് മിക്സാക്കി വെച്ച് പിന്നെ ഇതാണ് ആ സംഭവം. അപ്പോൾ ഇതിങ്ങനെ തന്നെ ഒന്നും ചെയ്യേണ്ടില്ല. നമുക്കിതൊന്ന് പൊട്ടിച്ച് ഇതിലേക്ക് എന്താ പറയുക, മസാലയെല്ലാം ഫില്ല് ചെയ്ത് സോസ് ഒഴിച്ചിട്ട് കഴിക്കുക, അത്രയേ പണിയുള്ളൂ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ബാക്കിയെല്ലാം നമുക്ക് ഭയങ്കര മടിയായിട്ടിരിക്കുന്നൊരു സമയത്ത്. പിന്നെ അതിൻ്റെ സോസെല്ലാം ഒന്ന് ബൗളിലേക്ക് ഒഴിക്കാം. ഇതിന് ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ മതിയാവും. ഈ ഒരു പുളി ഉണ്ടല്ലോ അതിൻ്റെ പിന്നെ ഒരു ഗ്രീൻ കളറുണ്ട് മിൻറ്റിലുള്ള, അത് കുറച്ചൊന്ന് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കുക. പിന്നെ അതിലേക്ക് തന്നെ ഒരു ബൂന്തി പോലത്തെ ഒരു സാധനം ഉണ്ട്, അത് പിന്നെ ഒരു 5 മിനിറ്റ് സോക്ക് ചെയ്ത് വെള്ളത്തിലിത് ഈ സാധനം ഒന്ന് സോക്ക് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ അതൊന്ന് പൊട്ടിക്കുക, എല്ലാം ഇതിലേക്ക് നിറയ്ക്കുക, കഴിക്കാം, അത്രയേ ഉള്ളൂ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം എന്നല്ല കേട്ടോ, ഞാനിങ്ങനെ പുറത്ത് പോയാൽ പോലും വാങ്ങി കഴിക്കാത്തൊരു കാര്യം ഇത്. പിന്നെ എന്താ പറയുക, ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ എടുത്തിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം നല്ല മടി ഉണ്ടാക്കാൻ. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും, പലർക്കും ഇത് ഇഷ്ടമുള്ളൊരു സാധനം കൂടി ആയിരിക്കും. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇന്നലെ എൻ്റെ അനിയത്തിയും എന്താ പറയുക അനിയനും എല്ലാവരും വന്നിട്ടുണ്ടായിന്. പിന്നെ അവരെല്ലാം വന്നപ്പോൾ പിന്നെ നമ്മളെല്ലാം ഒന്ന് പുറത്തിറങ്ങി. പിന്നെ അവൾക്ക് ഉന്നക്കായി ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വരുന്നതെന്ന് കേട്ടപ്പോൾ ഞാൻ കുറച്ച് ഉന്നക്കായി പെട്ടെന്നൊന്ന് റെഡിയാക്കി പാർസൽ കൊടുത്തു. അപ്പോൾ അവളെ ഹസ്ബൻഡിനെല്ലാം ഇത് ഭയങ്കര ഇഷ്ടമാണ്, അവൾക്കാണെങ്കിൽ അത് ഉണ്ടാക്കുമ്പോൾ അത്ര അങ്ങ് ശരിയാകുന്നില്ല എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പിന്നെ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര ട്രാഫിക്കായിരുന്നു. ദേരി പോയപ്പോൾ ഒരു 1.5 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പാർക്കിംഗ് കിട്ടി തന്നെ. പിന്നെ വൈകിട്ട് അവിടെ എത്തി നമ്മളെല്ലാവരും ഒന്ന് ചായ കുടിച്ച്, വൈകുന്നേരം അല്ല കേട്ടോ, ഇതിപ്പോൾ രാത്രി തന്നെ ആയി. പിന്നെ നല്ല തലവേദന അല്ലാണ്ട് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചായ കുടിച്ച്. പിന്നെ ബുർക്കൻ്റെ എല്ലാം തുണിയെല്ലാം നോക്കാനുണ്ടായിന്, അതെല്ലാം കഴിഞ്ഞ് ചുമ്മാ ഇങ്ങനെ അവിടെ ജസ്റ്റ് ഒന്ന് ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ട് അങ്ങനെ തന്നെ പോയി. നല്ല ചൂടെല്ലായതുകൊണ്ട് ശരിക്കും വീഡിയോ എടുക്കാനുള്ള നല്ല മടിയുണ്ട്. പിന്നെ ഡിന്നറെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ള വിശേഷങ്ങൾ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും.